നമസ്കാരം. ഇന്ന് നവംബർ 19 ബുധൻ, വൃശ്ചികം 3 പുതിയൊരു വാർത്താ പ്രഭാതത്തിലേക്ക് 24 എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ന്യൂസ് ബ്രേക്സ് ആരംഭിക്കുന്നു. നമസ്കാരം. ഈ വാർത്താദിനത്തിലെ സമഗ്ര വിവരങ്ങളുമായി 24 പ്രതിനിധികൾ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ചേരുകയാണ്. ശബരിമലയിൽ നിന്ന് MG പ്രതീഷും AV ജയശങ്കറും ചേരും. തിരുവനന്തപുരം മേഖലയിലെ വിവരങ്ങൾ നൽകാൻ മനീഷ് മഹിവാൾ, ഡൽഹിയിൽ നിന്ന് ബൽറാം നെടുങ്ങാടി, കോഴിക്കോട് നിന്ന് നിഖിൽ പ്രമേഷ്, കൊച്ചിയിൽ നിന്ന് നിതിൻ അംബുജൻ എന്നിവർ വിവരങ്ങളുമായി ചേരും. ആദ്യം നമ്മൾ ശബരിമലയിലേക്കാണ് പോകുന്നത്. AV ജയശങ്കർ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ജയശങ്കർ, കഴിഞ്ഞ ദിവസം ഉണ്ടായ വലിയ തിരക്കുണ്ട്, അതിന്റെ പശ്ചാത്തലത്തിൽ പുതിയ നിയന്ത്രണങ്ങൾ വരുന്നു. എന്തൊക്കെയാണ് നിലവിലെ വിവരങ്ങൾ ജയശങ്കർ? ഗുഡ് മോർണിംഗ് ഉന്മേഷ്. എന്തായാലും കഴിഞ്ഞ ദിവസത്തെ തിരക്ക് പരിഗണിച്ച് പോലീസ് അവരുടെ ഭാഗത്തുനിന്ന് അവരുടെ ക്രമീകരണങ്ങൾ കുറച്ചധികം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. നിലവിൽ നിലയ്ക്കലിൽ വാഹനങ്ങൾ തടഞ്ഞ് പരിശോധിച്ച് ഈ പാസ്സുള്ള വെർച്വൽ ക്യൂ ബുക്ക് ചെയ്ത ഭക്തരെ മാത്രമാണ് പമ്പയിലേക്ക് കടത്തിവിടുന്നത്. ബാക്കിയുള്ളവരെ തടയുന്ന ഒരു സാഹചര്യമാണുള്ളത്. നമ്മൾ 5:30 കൂടിയാണ് നിലയ്ക്കലിലെത്തുന്നത്. ആ ഘട്ടത്തിൽ ഇവിടെ വലിയ വാഹനങ്ങളുടെ നിരയുണ്ടായിരുന്നു. ഇപ്പോഴെന്തായാലും കാര്യങ്ങൾ സ്മൂത്ത് ആയിട്ടുണ്ട്. വാഹനങ്ങളൊക്കെ ഏറെക്കുറെ പമ്പയിലേക്ക് വിട്ടിട്ടുണ്ട്. ഈ പമ്പയിലെത്തുന്ന വാഹനങ്ങൾ തിരികെ ഈ ഭക്തരെ ഇറക്കി തിരിച്ചു വരണമെന്നാണ് പോലീസ് നൽകിയിരിക്കുന്ന നിർദ്ദേശം. ഒപ്പം തന്നെ നിലവിൽ പമ്പയിലെ സ്പോട്ട് ബുക്കിംഗ് കേന്ദ്രങ്ങളെല്ലാം തന്നെ താൽക്കാലികമായി നിർത്തലാക്കിയിട്ടുണ്ട്. നിലയ്ക്കലിലാണ് സ്പോട്ട് ബുക്കിംഗ് കേന്ദ്രം നിലവിൽ സജ്ജീകരിച്ചിരിക്കുന്നത്. ഈ സ്പോട്ട് ബുക്കിംഗ് നിലയ്ക്കലിൽ നിന്നെടുത്ത ആളുകളെ മാത്രമായിരിക്കും പമ്പയിലേക്ക് കടത്തിവിടുക. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ സ്പോട്ട് ബുക്കിങ്ങിന് വേണ്ടി ആളുകൾ പമ്പയിലേക്ക് ഇടിച്ചു കയറിയതാണ് വലിയ തോതിലുള്ള തിരക്കിന് കാരണമായത്. എന്തായാലും നിലവിൽ അത്തരം സാഹചര്യമൊക്കെ ഒഴിവാക്കുന്നതിന്റെ ഭാഗമായി മുൻകരുതൽ പോലീസ് എടുത്തിട്ടുണ്ട്. ഇന്ന് കൃത്യമായ മുൻകരുതലാണ് പോലീസിന്റെ ഭാഗത്തുണ്ടാവുന്നത്. കൃത്യമായി നിലയ്ക്കലിൽ വാഹനങ്ങൾ തടയുന്നു, അവ പരിശോധിക്കുന്നു. ഈ സ്പോട്ട് ബുക്കിംഗ് നടത്തിയ ഇല്ലെങ്കിൽ ഈ പാസ്സുള്ള ആളുകളെ മാത്രം വിടുക എന്നൊരു തീരുമാനത്തിലേക്ക് പോലീസ് എത്തുന്നു. അത്തരത്തിൽ കൃത്യമായൊരു ക്രമീകരണം പോലീസിന്റെ ഭാഗത്തുണ്ട്. അത്തരം ക്രമീകരണങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ നിലവിൽ ഇന്ന് കഴിഞ്ഞ ദിവസത്തെ സമാനമായ സ്ഥിതി വരില്ല എന്നാണ് പോലീസിന്റെ ഒരു പ്രതീക്ഷ. പമ്പയിൽ വലിയ തിരക്ക് ഇപ്പോൾ അനുഭവപ്പെടുന്നുണ്ട്. ഭക്തരുടെ വലിയ സാന്നിധ്യം അവിടെയുണ്ട്. പക്ഷേ ദർശനം കഴിഞ്ഞ ആളുകൾ മല ഇറങ്ങി വരികയും പമ്പയിൽ നിന്ന് പുറത്തേക്ക് പോവുകയും ചെയ്യുന്നത് വലിയ ആശ്വാസമാണ്. അത്തരത്തിൽ പോലീസ് കഴിഞ്ഞ ദിവസത്തെ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ഇന്ന് വലിയ തോതിലുള്ള ക്രമീകരണങ്ങൾ നടത്തിയിട്ടുണ്ട്, മുന്നൊരുക്കങ്ങൾ നടത്തിയിട്ടുണ്ട്. പാളില്ല, സംഭവങ്ങൾ കയ്യിൽ നിൽക്കുമെന്ന് തന്നെയാണ് പോലീസിന്റെ ഇന്നൊരു പ്രതീക്ഷ. അല്പസമയം മുമ്പ് വരെ ഈ നിലയ്ക്കലിന്റെ ചുമതലയുള്ള അശ്വതി GG IPS നേരിട്ട് ഇവിടെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. വലിയ വാഹനങ്ങളുടെ നിരയുള്ള ഘട്ടത്തിലായിരുന്നു അവർ ഇവിടെ എത്തിയത്. എപ്പോഴെന്തായാലും നിലയ്ക്കലിൽ ആശ്വാസകരമായിട്ടുണ്ട്. എന്തായാലും കൃത്യമായ നിയന്ത്രണങ്ങൾ ജയശങ്കറാണ് നിലയ്ക്കലിലെ വിവരങ്ങൾ നൽകിയത്. MG പ്രതീഷ് ചേരുന്നുണ്ട് ഇപ്പോൾ സന്നിധാനത്ത് നിന്ന്. പ്രതീഷ്, ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ദിവസം വലിയ തിരക്കുണ്ടായിരുന്നു സന്നിധാനത്ത്. ഇന്നത്തെ അവസ്ഥ എന്താണ്? എന്തൊക്കെയാണ് വിവരങ്ങൾ പ്രതീഷ്? ഉന്മേഷ്, കഴിഞ്ഞ ദിവസം ശബരിമല സന്നിധാനത്ത് ഉണ്ടായിരുന്ന സാഹചര്യം അല്ല ഇന്ന്. തിരക്ക് പൂർണ്ണമായും നിയന്ത്രണ വിധേയമായിട്ടുണ്ട്. വളരെ കൃത്യമായ നിയന്ത്രണങ്ങളോടെ കൂടി മാത്രമാണ് തീർത്ഥാടകരെ ശബരിമല സന്നിധാനത്തേക്ക് കടത്തിവിടുന്നത്. അതുകൊണ്ട് തന്നെ ഈ നടപ്പന്തലിലും ഈ 18-ാം പടിക്ക് താഴെയും കൃത്യമായി തീർത്ഥാടകരുടെ തിരക്ക് നിയന്ത്രിക്കാൻ പോലീസിന് കഴിഞ്ഞിട്ടുണ്ട്. ഈ നേരത്തെ കഴിഞ്ഞ ദിവസങ്ങളിൽ അനുഭവപ്പെട്ട വലിയ ബുദ്ധിമുട്ടുകൾ ഇത്തവണ തീർത്ഥാടകർക്കില്ല. പക്ഷേ ഈ പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് എത്തുമ്പോൾ ഉണ്ടാകുന്ന അടിസ്ഥാന സൗകര്യങ്ങളുടെ പ്രശ്നം ഇപ്പോഴും അതേപടി തന്നെ നിലനിൽക്കുന്നുണ്ട്. കുടിവെള്ളവും മറ്റ് പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കുന്നതിനുള്ള സൗകര്യവും ഇപ്പോഴും പൂർണ്ണ തോതിൽ ശരിയായിട്ടില്ല. അത്തരത്തിലുള്ള പരാതികൾ തീർത്ഥാടകർ ഇപ്പോഴും പറയുന്നുണ്ട്. പക്ഷേ ഈ തിരക്ക് പോലീസ് കൃത്യമായി ഇടപെട്ട് നിയന്ത്രിച്ചിട്ടുണ്ട്. അത് പമ്പയിലും നിലയ്ക്കലും ഉൾപ്പെടെ കർക്കശമായ നിയന്ത്രണം ഏർപ്പെടുത്തിയത് കൊണ്ടാണ് സന്നിധാനത്ത് തീർത്ഥാടകരെ നിയന്ത്രിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. 18-ാം പടിക്ക് താഴെയും കൃത്യമായി തീർത്ഥാടകരെ നിയന്ത്രിച്ചുകൊണ്ടാണ് 18-ാം പടി കയറ്റി വിടുന്നത്. ഈ സ്പോട്ട് ബുക്കിങ്ങിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയതാണ് സന്നിധാനത്തെ തിരക്ക് കുറയാൻ കാരണമായിട്ടുള്ളത്. ഇന്നലെ ഈ അമിതമായി സ്പോട്ട് ബുക്കിംഗ് വഴി ആളുകൾ സന്നിധാനത്തേക്ക് എത്തിത്തുടങ്ങിയതാണ് ഈ പോലീസിന്റെ തന്നെ നിയന്ത്രണം പോലീസിന്റെ കയ്യിൽ നിന്ന് പോയത്. പക്ഷേ ഈ വൈകിട്ടോടുകൂടി തന്നെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയും ഭാഗികമായി പലയിടങ്ങളിൽ നിന്നായി തീർത്ഥാടകരെ കടത്തിവിട്ട് ആ തിരക്ക് നിയന്ത്രിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്നലെ 1 ലക്ഷത്തിന് മുകളിൽ തീർത്ഥാടകർ ശബരിമലയിൽ എത്തി എന്നതാണ് പോലീസിന്റെ കണക്ക്. ഔദ്യോഗികമായ കണക്ക് അല്പസമയത്തിനകം തന്നെ പുറത്തു വരും. ഇന്ന് 1 ലക്ഷത്തിൽ അകത്ത് തീർത്ഥാടകരുടെ എണ്ണം നിജപ്പെടുത്താനാണ് ദേവസ്വം
ദേവസ്വം ബോർഡിന്റെയും പോലീസിന്റെയും തീരുമാനം. നമ്മളിപ്പോൾ കാണുന്നത് 18-ാം പടിക്ക് താഴെയുള്ള ദൃശ്യങ്ങളാണ്. പക്ഷേ ഇതാ ഈ വളരെ പെട്ടെന്ന് തന്നെ ഈ തീർത്ഥാടകർക്ക് 18-ാം പടി ചവിട്ടാൻ കഴിയും. അതിനപ്പുറത്ത് വലിയ നടപ്പന്തലിലൂടെ തീർത്ഥാടകരെയും നിയന്ത്രിച്ചുകൊണ്ട് തന്നെ ഈ 18-ാം പടി കയറ്റി വിടുകയാണ്. ഈ കൂടുതൽ തീർത്ഥാടകർ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ സന്നിധാനത്ത് തമ്പടിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. വിരിവച്ച ഇവിടെ കഴിയുന്ന സാഹചര്യം അത് ഒഴിവാക്കണമെന്ന കർശന നിർദ്ദേശം പോലീസും ദേവസ്വം ബോർഡും അറിയിച്ചിട്ടുണ്ട്. ദർശനം നടത്തി വളരെ പെട്ടെന്ന് തന്നെ തീർത്ഥാടകർ സന്നിധാനത്ത് നിന്ന് മടങ്ങണമെന്ന നിർദ്ദേശമാണ് പോലീസ് പറയുന്നത്. എന്തായാലും നിലവിൽ സ്ഥിതി സമാധാനപരമാണ്. മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെ ശബരിമലയിലില്ല. പക്ഷേ അടിസ്ഥാന സൗകര്യങ്ങളുടെ പരാതി തീർത്ഥാടകർ ഉയർത്തുന്നുണ്ട്. ശരി, MG പ്രതീഷാണ് സന്നിധാനത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. ഇനിയും ഓരോ മേഖലകളിൽ നിന്നും നമ്മൾ പ്രതീക്ഷിക്കുന്ന പ്രധാനപ്പെട്ട വാർത്തകളിലേക്കാണ് മനീഷ് മഹിവാൾ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. മനീഷ്, ഗുഡ് മോർണിംഗ്. മനീഷ്, മഴ മുന്നറിയിപ്പ് ഉൾപ്പെടെ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട വാർത്തകൾ തിരുവനന്തപുരം മേഖലയിൽ, തെക്കൻ കേരളത്തിൽ? ഉന്മേഷ്, ഗുഡ് മോർണിംഗ്. പ്രധാനപ്പെട്ട പല വാർത്തകളും ഇന്ന് തലസ്ഥാനത്ത് നിന്ന്, പ്രത്യേകിച്ചും തെക്കൻ മേഖലകളിൽ നിന്നും ഉണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് മഴയാണ്. ഇന്നലെയൊക്കെ തന്നെ വലിയ മഴ, ഒറ്റപ്പെട്ട മഴ പലയിടങ്ങളിലും സംസ്ഥാനത്ത് പെയ്തിരുന്നു. ഇന്ന് പക്ഷേ ഒറ്റപ്പെട്ട മഴ പലയിടങ്ങളിൽ ഉണ്ടാകാനുള്ള സാധ്യത കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നുണ്ടെങ്കിലും ഒരു ജില്ലകളിലും പ്രത്യേക മഴ മുന്നറിയിപ്പില്ല. ഇന്നലെ രാത്രി വരെയും തെക്കൻ ജില്ലകളിൽ ഒറ്റപ്പെട്ട മഴ പെയ്യും എന്നുള്ള മുന്നറിയിപ്പുണ്ടായിരുന്നു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിൽ മഴ മുന്നറിയിപ്പുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് നിലവിൽ പുതുക്കിയ മഴ മുന്നറിയിപ്പ് നിലവിൽ പുറപ്പെടുവിച്ചിട്ടില്ല. എങ്കിൽ കൂടി ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മഴ പെയ്യാനുള്ള സാധ്യതയും മലയോര മേഖലകളിലാണ് കൂടുതലായും മഴ പെയ്യാനുള്ള സാധ്യത നിലവിൽ ഈ വകുപ്പ് അറിയിക്കുന്നത്. അവിടെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മഴ പെയ്യാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ മലയോര മേഖലയിലേക്കുള്ള രാത്രികാല യാത്രയ്ക്ക് ഔദ്യോഗികമായ നിരോധനം ഏർപ്പെടുത്തിയിട്ടില്ലെങ്കിലും അത്തരം യാത്രകൾക്ക് ജാഗ്രത വേണം. ഒപ്പം തന്നെ കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ കടലും പ്രക്ഷുബ്ധമാകാനുള്ള സാധ്യത അറിയിക്കുന്നുണ്ട്. നിലവിൽ കന്യാകുമാരിക്ക് മുകളിൽ, കടലിന് മുകളിൽ അവിടെ ഒരു ന്യൂനമർദ്ദം രൂപപ്പെട്ടിട്ടുണ്ട്. അതാണ് നിലവിൽ കേരളത്തിൽ പെയ്യുന്ന മഴയ്ക്ക് കാരണം. ന്യൂനമർദ്ദമാണ്. നിലവിൽ അങ്ങനെ തെക്കൻ തമിഴ്നാട് മേഖലകളിൽ മഴ കനക്കാനുള്ള സാധ്യതയുണ്ട്. ഈ വരുന്ന 22-ന് കൂടി തെക്ക് പടിഞ്ഞാറ് ബംഗാൾ ഉൾക്കടലിലുള്ള ഒരു ന്യൂനമർദ്ദം രൂപപ്പെടുന്ന സാധ്യതയുണ്ട്. ഇനി SIR-മായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം, SIR അതിന്റെ 2ാം ഘട്ടത്തിലേക്ക് കടന്നു എന്നുള്ളതാണ്. ഈ BLOമാർ മാത്രം ഈ ഫോമുകൾ ശേഖരിച്ച്, എന്യൂമറേഷൻ ഫോം സ്വീകരിച്ചാൽ മതി എന്ന നിലപാടിലായിരുന്നു കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. പക്ഷേ അങ്ങനെയല്ല. BLOമാർക്ക് സഹായമായി ബൂത്ത് ലെവൽ ഏജന്റുമാർ കൂടി ഫോം ശേഖരിക്കട്ടെ. അങ്ങനെ ദിവസവും 50 ഫോമുകൾ വരെ ശേഖരിക്കാനുള്ള അനുമതിയാണ് നിലവിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ പാർട്ടികളെ അറിയിച്ചിട്ടുള്ളത്. നിലവിൽ 96% വരുന്ന എന്യൂമറേഷൻ ഫോം വിതരണം പൂർത്തിയാക്കിയെന്ന് അറിയിക്കുന്നുണ്ടെങ്കിൽ കൂടി രാഷ്ട്രീയ പാർട്ടികൾ ഇത് കണക്കുകൾ തെറ്റാണെന്ന് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഈ ഡിസംബർ 9-ന് കരട് പട്ടിക, വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ച ശേഷം പുതിയതായി വോട്ടർ പട്ടികയിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് ഉള്ള അപേക്ഷകൾ ദിവസവും 10 വീതം ശേഖരിക്കാനുള്ള അനുമതി കൂടി BLAമാർക്ക്, ബൂത്ത് ലെവൽ ഏജന്റുമാർക്ക്, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായിട്ടുള്ളവർക്ക് നൽകും. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് പത്മകുമാറിന് നിർണായകമാണ്. കഴിഞ്ഞ ഒരാഴ്ചയായി തന്നെ പത്മകുമാറിനോട് ചോദ്യം ചെയ്യാൻ ഹാജരാകാൻ നിർദ്ദേശം നൽകിയിരുന്നു. പക്ഷേ ചില വ്യക്തിപരമായ ബുദ്ധിമുട്ടുകൾ പറഞ്ഞിരുന്നു. പക്ഷേ പിന്നീട് ഈ ശാസ്ത്രീയ പരിശോധന നടത്തിയ ശേഷം, അതായത് ശബരിമലയിൽ കഴിഞ്ഞ ദിവസം നടത്തിയ പരിശോധനയിൽ 2019-ലെയും 1998-ലെയും സാമ്പിളുകൾ ശേഖരിച്ചിട്ടുണ്ട്. ഈ സാമ്പിളുകൾ ശേഖരിച്ചത് ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കാൻ ശരി, ആ ചോദ്യം ചെയ്യൽ ഉണ്ടാകുമോ എന്നുള്ളതും അറിയേണ്ടതുണ്ട്. മനീഷ് മഹിബാൽ വിവരങ്ങൾ നൽകുകയായിരുന്നു. തിരുവനന്തപുരത്ത് നിന്ന് നിതിൻ അബുജൻ കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. നിതിൻ, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയാണ് മധ്യ കേരളത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന വാർത്തകൾ, വാർത്താ അപ്ഡേറ്റ്സ് എന്തൊക്കെയാണ് നിതിൻ? ഉന്മേഷ്, ഗുഡ് മോർണിംഗ്. മധ്യകേരളത്തിൽ ഇന്ന് തിരക്കുപിടിച്ചൊരു വാർത്താ ദിനം കൂടിയാണ്. പ്രധാനമായും ഇന്ന് ഉള്ള കൊച്ചിയിൽ സംഭവിക്കുന്ന ഒരു വാർത്ത, മരടിൽ 4 വയസ്സുവരെ കഴിഞ്ഞ ദിവസം അമ്മ ഉപദ്രവിച്ച കേസിൽ ഇന്ന് പിതാവിനെ ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ്. പിതാവിന് ഇതുമായി ബന്ധപ്പെട്ട് മരട് പോലീസാണ് ചോദ്യം ചെയ്യുക. നിലവിൽ ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട്, അതായത് അമ്മ ഉപദ്രവിച്ചതുമായി ബന്ധപ്പെട്ട് തനിക്കൊന്നും അറിയില്ല എന്നൊരു വാദമാണ് പിതാവിന് നൽകിയിരിക്കുന്നത്. പക്ഷേ അത് പോലീസ് മുഖവിലേക്ക് എടുത്തിട്ടില്ല. ഒരു സമാനതകളില്ലാത്ത ക്രൂരതയാണ് 4 വയസ്സുവരെ മരടിൽ നേരിട്ടത്. നമുക്കറിയാം, അമ്മ നിരന്തരം ഈ കുട്ടിയെ മർദ്ദിക്കുകയും ചട്ടുകം ചൂടാക്കി സ്വകാര്യ ഭാഗങ്ങളിൽ പൊള്ളിക്കുകയും ചെയ്തു. പിന്നീട് സ്കൂൾ അധികൃതരാണ് ഈ വിവരം അറിയുകയും അതിനുശേഷം സ്കൂൾ അധികൃതർ പിന്നീട് പോലീസിൽ പരാതി നൽകിയതോടുകൂടിയാണ് ഈ സംഭവം പുറംലോകം അറിഞ്ഞത്. ഇന്നലെ അമ്മയെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. വിശദമായി തന്നെ ചോദ്യം ചെയ്തു. കുട്ടി അനുസരണക്കേട് കാണിക്കുമ്പോഴാണ് ഇത്തരം ഒരു നടപടി ചെയ്തെന്നൊരു കാര്യമാണ് അമ്മ പങ്കുവച്ചിരിക്കുന്നത്. എന്തായാലും ഈ കാര്യത്തെക്കുറിച്ച് പിതാവിന് കൂടുതൽ വിവരങ്ങളൊക്കെ തന്നെ അറിയുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ പോലീസ് ഇന്ന് ചോദ്യം ചെയ്യൽ മനസ്സിലാക്കും. ആ ഒരു നടപടി ഇന്ന് പോലീസിന്റെ ഭാഗത്തും ഉണ്ടാകും. അതോടൊപ്പം തന്നെ കോതമംഗലം വാരപ്പെട്ടിയിൽ ഇന്നലെ ഒരു കൊലപാതകം നടന്നു. സിജോ എന്ന ഒരു യുവാവാണ് കൊല്ലപ്പെട്ടത്. ഈ ഒരു കൊലപാതകം ബന്ധപ്പെട്ട് ഇന്നിപ്പോൾ പോലീസ് അതിന്റെ തുടർ നടപടിയിൽ കടക്കുകയാണ്. കൊല്ലപ്പെട്ട സിജോയുടെ പോസ്റ്റ്മോർട്ടം നടപടി ഇന്ന് നടക്കും. ഒരു ആളൊഴിഞ്ഞ വീട്ടിലായിരുന്നു ഇത്തരത്തിൽ സിജോയുടെ
മൃതദേഹം പോലീസ് കണ്ടെത്തിയത്. ഒരു തുണിയിൽ പൊതിഞ്ഞ നിലയിലായിരുന്നു മൃതദേഹം. എന്തായാലും ഈ സംഭവത്തിൽ ഇപ്പോൾ സുഹൃത്തായ ഫ്രാൻസി ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലാണ്. ഇയാളെ വിശദമായി തന്നെ ചോദ്യം ചെയ്യണം. മദ്യലഹരിയിലായിരുന്നു ഇയാളെന്നാണ് പോലീസ് ഇന്നലെ വ്യക്തമാക്കിയത്. എന്തായാലും ഇന്ന് വിശദമായി തന്നെ ചോദ്യം ചെയ്യൽ നടക്കുമെന്ന വിവരമാണ് ഇന്ന് പോലീസ് പങ്കുവയ്ക്കുന്നത്. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട കാര്യം ഈ പോസ്റ്റ്മോർട്ടം നടപടിയിൽ നടക്കും. അതോടുകൂടി തന്നെ എന്താണ് കൊലപാതക കാരണം തുടങ്ങിയ കാര്യങ്ങൾ തന്നെ വിശദമായി തന്നെ ഈ വിവരം പുറത്തുവരും. നിതിൻ അംബുജനാണ് വിവരങ്ങൾ നൽകിയത്. ഇനി കോഴിക്കോട്ടേക്കാണ് നിഖിൽ പ്രമേഷ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. നിഖിൽ, ഗുഡ് മോർണിംഗ്. നിഖിൽ, കോഴിക്കോട് വടക്കൻ കേരളത്തിൽ എന്തൊക്കെ വാർത്തകൾ? നിഖിൽ. ഉന്മേഷ്, വെരി ഗുഡ് മോർണിംഗ്. തെരഞ്ഞെടുപ്പ് വാർത്തകൾ തന്നെയാണ് മുന്നിട്ട് നിൽക്കുന്നത്. കോഴിക്കോടും അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ UDFന്റെ മേയർ സ്ഥാനാർത്ഥിയായിട്ടുള്ള VM വിനു, അദ്ദേഹത്തിന് വോട്ട് തന്നെ ഇല്ല എന്നുള്ള പരാതി, വിവരം പുറത്തു വരുന്നു. അദ്ദേഹം 2020 വോട്ട് ചെയ്തിരുന്നില്ല. ഇനി അങ്ങനെ വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കള്ളവോട്ടാണ് എന്നുള്ള ആരോപണങ്ങൾ പുറത്തു വരുന്നു. അപ്പോൾ അതിന്മേൽ ഇന്നിപ്പോൾ അന്തിമ തീരുമാനം, അതായത് നഗരസഭ ഇലക്ഷൻ റിട്ടേണിംഗ് ഓഫീസർ നൽകുന്ന റിപ്പോർട്ട് പ്രകാരം ജില്ലാ കളക്ടർ എന്ത് തീരുമാനം കൈക്കൊള്ളുന്നു എന്നുള്ളത് ഇന്ന് നമുക്ക് അറിയാൻ കഴിയും. അപ്പോൾ ഇന്നറിയാം UDFന്റെ മേയർ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കപ്പെട്ട സർപ്രൈസ് സ്ഥാനാർത്ഥി VM വിനുവിന് മത്സര രംഗത്തുണ്ടാകാൻ കഴിയുമോ എന്നുള്ള കാര്യത്തിൽ ഇന്ന് തീരുമാനം അറിയാൻ കഴിയും. അതോടൊപ്പം തന്നെ ഹൈക്കോടതിയിൽ കോൺഗ്രസ് ഇതുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടുള്ള ഹർജിയും ഇന്ന് പരിഗണിക്കുകയാണ്. അപ്പോൾ അതിൽ എന്ത് തീരുമാനം ഉണ്ടാകും എന്നുള്ളത് നമുക്ക് ഇന്ന് അറിയാൻ കഴിയും. അതൊരു പ്രധാനപ്പെട്ട വാർത്തയാണ്. അതോടൊപ്പം തന്നെ ഇന്നലെ പുറത്തു വന്ന പ്രധാനപ്പെട്ട മറ്റൊരു വിവരം, 24 തന്നെ പുറത്തുവിട്ടൊരു വിവരമായിരുന്നു. വിവാദ വ്യവസായിയായിട്ടുള്ള കാരാട്ട് ഫൈസൽ കൊടുവള്ളി നഗരസഭയിൽ LDFന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി എത്തുന്നു എന്നുള്ളത്. കൊടുവള്ളി നഗരസഭയിൽ 24ാം ഡിവിഷനിൽ നിന്നാണ് ഇദ്ദേഹം മത്സരിക്കുന്നത്. ഒരുപക്ഷെ അദ്ദേഹം വലിയ ആത്മവിശ്വാസം കൂടി പ്രകടിപ്പിക്കുന്നുണ്ട്. ഇത്തവണ കൊടുവള്ളി നഗരസഭ പിടിച്ചെടുക്കാൻ കഴിയുമെന്നുള്ളൊരു ആത്മവിശ്വാസം കൂടി പങ്കുവയ്ക്കുന്നു. അതേസമയം ഇത്തരത്തിലുള്ള നിരവധി വാദങ്ങൾ ഉണ്ടായ ഒരു വ്യക്തിയെ LDF ടിക്കറ്റ് നൽകുമ്പോൾ ഉണ്ടാകാവുന്ന ആരോപണ പ്രത്യാരോപണങ്ങളുണ്ട്. അത് ഇന്നലെയാണ് ഈ വാർത്ത പുറത്തു വന്നത്. സ്വാഭാവികമായിട്ടും അതുമായി ബന്ധപ്പെട്ട കൂടുതൽ പ്രതികരണങ്ങൾ കൂടി നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഒരു കൺവെൻഷനിൽ വെച്ച്, പൊതുവേദിയിൽ വെച്ചാണ് കാരാട്ട് ഫൈസലിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ ഇനി എന്തൊക്കെ തുടർ പ്രതികരണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകും എന്നുള്ളതും രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന കാര്യമാണ്. അതും ഇന്ന് മലബാറിൽ നിന്ന് പ്രധാന വാർത്തകളായി പുറത്തു വരും. ശരി, നിഖിൽ പ്രമേഷാണ് വിവരങ്ങൾ നൽകിയത്. ബൽറാം നെടുങ്ങാടി കൂടി ചേരുന്നു ഡൽഹിയിൽ നിന്ന്. ബൽറാം, രാജ്യ തലസ്ഥാനത്ത് നിന്ന് എന്തൊക്കെ പ്രധാനപ്പെട്ട വാർത്തകൾ നമ്മളിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്? ഗുഡ് മോർണിംഗ് ബൽറാം. വെരി ഗുഡ് മോർണിംഗ് ഉന്മേഷ്. രാജ്യ തലസ്ഥാനത്ത് ഇന്ന് പ്രധാനപ്പെട്ട കഴിഞ്ഞ തിങ്കളാഴ്ചയുണ്ടായ ഡൽഹി ചെങ്കോട്ടയ്ക്ക് സമീപമുണ്ടായ ചാവേർ ആക്രമണവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ്. ഓരോ ദിവസവും ഈ വൈറ്റ് കോളർ ഭീകര സംഘത്തിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ഈ വൈറ്റ് കോളർ സംഘം ജോലി ചെയ്തിരുന്ന അൽഫല സർവകലാശാലയുടെ ചെയർമാൻ ജവാദ് അഹമ്മദ് സിദ്ദിഖിയെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്തിരുന്നു. ഇയാൾക്ക് അല്ലെങ്കിൽ ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ട അക്കൗണ്ടുകളിൽ നിന്നും ഭീകരവാദ ഫണ്ടിങ്ങിന് പണം ഉപയോഗിച്ചതായുള്ള കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഈ അറസ്റ്റ് എന്നാണ് ED വൃത്തങ്ങളിൽ നിന്നും ലഭിക്കുന്ന സൂചന. നേരത്തെ നാക്കും ഒപ്പം തന്നെ UGCയും ചൂണ്ടിക്കാണിച്ച ക്രമക്കേടുകൾ സംബന്ധിച്ച് അന്വേഷണം ആരംഭിച്ചെങ്കിലും പരിശോധനയിൽ ഇയാളുടെ പല സ്ഥാപനങ്ങളിൽ നിന്നും കുടുംബാംഗങ്ങളുടെ വ്യാജ കമ്പനികളിലേക്ക് പണം കൈമാറ്റം ചെയ്തതായി കണ്ടെത്തിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നടപടി. ഒപ്പം തന്നെ ബീഹാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിന് ശേഷം NDA വൻ വിജയം നേടിയിരിക്കുകയാണ്. സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ടുള്ള നിർണായക ചർച്ച ഇന്ന് പട്നയിൽ ചേരും. NDAയുടെ നിയമസഭാ കക്ഷി യോഗം ചേർന്ന് നിതീഷ് കുമാറിനെ ഔപചാരികമായി നേതാവായി തെരഞ്ഞെടുക്കും. തുടർന്ന് ഗവർണറെ കണ്ട രാജിക്കത്തും ഒപ്പം തന്നെ പുതിയ സർക്കാർ രൂപീകരിക്കാനുള്ള അവകാശവാദവും ഉന്നയിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. നാളെയായിരിക്കും ഈ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കുക. പ്രധാനമന്ത്രി അടക്കമുള്ളവർ ഈ ഒരു സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കും. ഈ വലിയ വിജയം വലിയൊരു ആഘോഷമാക്കി അല്ലെങ്കിൽ വലിയൊരു ചടങ്ങായി തന്നെ നടത്താനുള്ള തീരുമാനത്തിലാണ് NDA ഉള്ളത്. ഉന്മേഷ്. ശരി, ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന്. മൂവാറ്റുപുഴ തൃക്കളത്തൂരിൽ ശബരിമല തീർത്ഥാടകരുടെ വാഹനം മറിഞ്ഞ അപകടം. 4 പേർക്ക് പരിക്കേറ്റു. സാരമായി പരിക്കേറ്റ മിനി ലോറി ഡ്രൈവറെ രാജഗിരി ആശുപത്രിയിലേക്ക് മാറ്റി. ആന്ധ്രയിൽ നിന്നുള്ള സംഘം സഞ്ചരിച്ച വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. നിയന്ത്രണം വിട്ട ബസ് പോസ്റ്റിലും ലോറിയിലും ഇടിക്കുകയായിരുന്നു. സൗദി കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ മുഹമ്മദ് ബിൻ സൽമാനുമായി കൂടിക്കാഴ്ച നടത്തിയ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അമേരിക്കയിലെ സൗദി നിക്ഷേപം $1 ലക്ഷം കോടി ഉയർത്തുമെന്ന് മുഹമ്മദ് ബിൻ സൽമാൻ. അബ്രഹാം കരാറിന്റെ ഭാഗമാകാൻ ആഗ്രഹിക്കുന്നുവെന്നും സൗദി പ്രധാനമന്ത്രി. പലസ്തീൻ വിഷയത്തിൽ ദ്വിരാഷ്ട്ര പരിഹാരമാണ് ആഗ്രഹിക്കുന്നതെന്നും മുഹമ്മദ് ബിൻ സൽമാൻ വ്യക്തമാക്കി. വാഷിംഗ്ടൺ പോസ്റ്റ് കോളമിസ്റ്റായ ജമാൽ ഖഷോഗിയുടെ കൊലപാതകത്തെപ്പറ്റി മുഹമ്മദ് ബിൻ സൽമാൻ അറിവുണ്ടായിരുന്നില്ല എന്ന് ഡൊണാൾഡ് ട്രംപ്. 2021 അമേരിക്കൻ ഇന്റലിജൻസ് റിപ്പോർട്ടിന് വിരുദ്ധമാണ് ട്രംപിന്റെ പരാമർശം. സൗദിക്ക് 48 അഞ്ചാം തലമുറ F-35 പോർവിമാനങ്ങൾ നൽകാനും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ സഹകരണത്തിനും ധാരണയായി.
ലൈംഗിക കുറ്റവാളി ജെഫ്രി എപ്സ്റ്റീനുമായി ബന്ധപ്പെട്ട ഫയലുകൾ പുറത്തുവിടാനുള്ള തീരുമാനത്തിന് അനുകൂലമായി വോട്ട് ചെയ്ത അമേരിക്കൻ ജനപ്രതിനിധി സഭയും സെനറ്റും ഒന്നിനെതിരെ 427 വോട്ടുകൾക്കാണ് ജനപ്രതിനിധി സഭയിൽ പ്രമേയം പാസായത്. സെനറ്റിലും പാസായ പ്രമേയത്തിന് ഇനി പ്രസിഡന്റിന്റെ ഒപ്പ് ലഭിക്കണം. ഫയലുകൾ പുറത്തുവിടണമെന്ന ആവശ്യത്തിന് അനുകൂലമായി വോട്ട് ചെയ്യാൻ ട്രംപ് റിപ്പബ്ലിക്കൻ അംഗങ്ങളോട് ആവശ്യപ്പെട്ടിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ആന്ധ്രാപ്രദേശും തമിഴ്നാടും സന്ദർശിക്കും. രാവിലെ 10 മണിക്ക് ആന്ധ്രാപ്രദേശ് പുട്ടപർത്തിയിലെ സത്യസായി ബാബ സമാധിയിലെത്തും. തുടർന്ന് സത്യസായി ജന്മശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി നടക്കുന്ന പരിപാടിയിൽ സത്യസായി സ്റ്റാമ്പും നാണയവും പുറത്തിറക്കും. പുട്ടപർത്തിയിലെ ഹിൽവ്യൂ സ്റ്റേഡിയത്തിലാണ് പരിപാടി. ഉച്ചയ്ക്ക് തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിൽ കർഷക സംഘടനകളുടെ നേതൃത്വത്തിൽ നടക്കുന്ന ദക്ഷിണേന്ത്യൻ പ്രകൃതി കൃഷി ഉച്ചകോടിയെ നരേന്ദ്രമോദി അഭിസംബോധന ചെയ്യും. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള 50 ശാസ്ത്രജ്ഞന്മാരുമായി പ്രധാനമന്ത്രി സംവദിക്കും. സംസ്ഥാനത്ത് പുതിയ സാമ്പത്തിക തട്ടിപ്പ് രീതിയുമായി അന്യസംസ്ഥാന കള്ളന്മാർ. ഹോട്ടലുകളിൽ വ്യാജ ബുക്കിംഗ് എടുത്താണ് പണം തട്ടാനുള്ള ശ്രമം. ആലപ്പുഴയിലെ ഹോട്ടലിൽ നിന്ന് ഇത്തരത്തിൽ തട്ടിപ്പ് നടത്താനുള്ള ശ്രമം ജീവനക്കാരുടെ സമയോചിത ഇടപെടലിലൂടെ പരാജയപ്പെടുത്തി. തട്ടിപ്പിന്റെ പല രീതികൾ അനുദിനം കേരളത്തിൽ വർദ്ധിച്ചു വരികയാണ്. ഇപ്പോൾ പുതിയ ഒരു തട്ടിപ്പ് രീതിയുമായി അന്യസംസ്ഥാനത്തു നിന്നുള്ള കള്ളന്മാർ വീണ്ടും കേരളത്തിലേക്ക് എത്തുകയാണ്. ഹോട്ടലുകളിൽ മുറി ബുക്ക് ചെയ്താണ് പുതിയ തട്ടിപ്പ്. ആലപ്പുഴ അർക്കാഡിയ ഹോട്ടലിലേക്ക് വിളിച്ച ഹിന്ദി സംസാരിക്കുന്ന ആൾ നവംബർ 28 മുതൽ 30 വരെ മുറി ബുക്ക് ചെയ്തു. 2000 രൂപ അഡ്വാൻസ് വേണമെന്ന് ഹോട്ടൽ ജീവനക്കാരൻ ആവശ്യപ്പെട്ടു. QR കോഡ് നമ്മൾ നോർമലി ഫോർവേഡ് ചെയ്തു. QR കോഡ് അത് പുള്ളിക്ക് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. അതുകൊണ്ട് GPay നമ്പർ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ GPay നമ്പർ പുള്ളിക്ക് അയച്ചു കൊടുത്തു. അപ്പോൾ പുള്ളി എനിക്കൊരു സ്ക്രീൻഷോട്ട് ഇട്ടു. ഓൾറെഡി ക്രെഡിറ്റ് 12,000 സംതിങ് എന്ന് പറഞ്ഞ പുള്ളി ഒരു സ്ക്രീൻഷോട്ട് ഇട്ടു. ഇവിടെയായിരുന്നു തട്ടിപ്പിന്റെ തുടക്കം. 2000 രൂപ ചോദിച്ചെടുത്ത 12,000 രൂപ അയച്ചതിന്റെ വ്യാജ സ്ക്രീൻഷോട്ടുകളും സന്ദേശങ്ങളും ഹോട്ടൽ നമ്പറിലേക്ക് വാട്സപ്പ് അയച്ചു. അബദ്ധം പറ്റിയെന്നും അധികമായി അയച്ച 10,000 രൂപ തിരികെ അയക്കണമെന്നും ആവശ്യപ്പെട്ട നിരന്തരം ഫോൺ വിളികൾ. പക്ഷേ അത് നമ്മൾ നോർമലി ഞാൻ എൻ്റെ GPay ചെക്ക് ചെയ്തപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി പൈസ ക്രെഡിറ്റ് ആയിട്ടില്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായ അതിനനുസരിച്ച് ഞാൻ ഈ പൈസ ഞാൻ റിജക്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. കള്ളത്തരമല്ലെന്ന് വിശ്വസിപ്പിക്കാൻ പല വഴികൾ തേടി തട്ടിപ്പുകാരൻ. വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. ഒരു പട്ടാളക്കാരൻ്റെ വേഷത്തിലാണ് പുള്ളി ഇരുന്നിരുന്നത്. അത് നമുക്കത് അപ്പോൾ തന്നെ സംശയം തോന്നിയിരുന്നു. വൻകിട ചെറുകിട ഹോട്ടലുകളിൽ റൂം ബുക്ക് ചെയ്യാനെന്ന വ്യാജേന വിളിച്ച് പണം തട്ടാനുള്ള പുതിയ മാർഗത്തെ കരുതിയിരിക്കണമെന്നാണ് പോലീസ് പറയുന്നത്. ഇതാണ് അന്യസംസ്ഥാന കള്ളന്മാരുടെ പുതിയ തട്ടിപ്പ് രീതി. ഇതിൽ പെട്ടുപോകാതിരിക്കാൻ ചെറുകിട സംരംഭകരടക്കം ശ്രമിക്കേണ്ടതുണ്ട്. ആലപ്പുഴയിൽ നിന്ന് ഷിബിൻ ബഷീറിനൊപ്പം അശ്വിൻ പാലാഴി, 24. തെരഞ്ഞെടുപ്പ് ചൂടിൽ കേരളം. തിരുവനന്തപുരം കോർപ്പറേഷൻ മുട്ടട വാർഡിലെ UDF സ്ഥാനാർത്ഥി വൈഷ്ണ സുരേഷിന്റെ പേര് വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തുന്നതിൽ അന്തിമ തീരുമാനമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനം ഇന്ന് ഹൈക്കോടതി അറിയിക്കും. വൈഷ്ണയുടെ ഹർജി പരിഗണിച്ച ഹൈക്കോടതി ഇരു കക്ഷികളെയും കേട്ട ശേഷം തീരുമാനമറിയിക്കാൻ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് നിർദ്ദേശിച്ചിരുന്നു. അതുപ്രകാരം വൈഷ്ണയുടെയും പരാതിക്കാരൻ ധനേഷ് കുമാറിന്റെയും വാദങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശദമായി കേൾക്കുകയും രേഖകൾ പരിശോധിക്കുകയും ചെയ്തു. വൈഷ്ണ നിലവിൽ താമസിക്കുന്നിടത്ത് നിന്ന് വോട്ട് ചേർത്ത് പ്രശ്നം പരിഹരിക്കാനുള്ള സാധ്യതയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിഗണിക്കുന്നത് എന്നാണ് സൂചന. എന്നാൽ അതിന് വീണ്ടും അപേക്ഷ നൽകണം എന്നതാണ് കടമ്പ. സംസ്ഥാനത്ത് തന്നെ SIR പ്രവർത്തനങ്ങൾ പൂർണ്ണമായി പൂർത്തീകരിച്ച ആദ്യ ബൂത്ത് ലെവൽ ഓഫീസർ വയനാട്ടുകാരനാണ്. കൽപ്പറ്റ നിയോജക മണ്ഡലത്തിലെ വെങ്ങപ്പള്ളി പഞ്ചായത്തിലെ 102-ാം ബൂത്താണ് ഈ നേട്ടം സ്വന്തമാക്കിയത്. അധ്യാപകനായ വിനോദ് കുമാർ പുഷ്പത്തൂരാണ് ഉദ്യോഗസ്ഥൻ. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സോഷ്യൽ മീഡിയ പേജിലും വിനോദ് കുമാർ ഇടം പിടിച്ചു. സുർജിത് അയ്യപ്പ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. സംസ്ഥാനത്ത് തന്നെ ആദ്യമായി SIR പൂർത്തീകരിച്ച ബൂത്ത് വയനാട്ടിലാണ്. വയനാട്ടിലെ 102-ാം ബൂത്ത് കൽപ്പറ്റ നിയോജകമണ്ഡലം. അത് ഇരിക്കുന്നത് വെങ്ങപ്പള്ളി പഞ്ചായത്തിലാണ്. വെങ്ങപ്പള്ളി പഞ്ചായത്തിലെ തെക്കുന്തറ പ്രദേശത്താണ് ഈ ബൂത്തുള്ളത്. ഇത് പൂർത്തീകരിച്ചത് അധ്യാപകനായ പടിഞ്ഞാറത്തറ AUP സ്കൂളിലെ അധ്യാപകനായിട്ടുള്ള വിനോദ് കുമാർ പുഷ്പത്തൂരാണ് ഇത് പൂർത്തീകരിച്ചത്. അദ്ദേഹം തന്നെ നമ്മോടൊപ്പം ചേരുകയാണ്. പൊടുന്നനെ ഇത് പൂർത്തീകരിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായല്ലേ? മറ്റിടങ്ങളിലൊക്കെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ നടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ആത്മഹത്യ അടക്കം ആരോപണമൊക്കെ ആയിട്ട് നിൽക്കുന്ന ഒരു പശ്ചാത്തലം കൂടിയാണ്. അപ്പോൾ എങ്ങനെയാണ് ഇത് എളുപ്പത്തിൽ പൂർത്തീകരിക്കാൻ കഴിഞ്ഞത്? ഇത് എളുപ്പത്തിൽ പൂർത്തീകരിക്കാൻ എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ ആദ്യമായിട്ട് ഞാനൊരു ട്രെയിനറായിരുന്നു. എനിക്ക് കിട്ടിയ ഒരു അവസരം എന്ന് പറയുന്നത് കൃത്യമായി ട്രെയിനിങ് കൊടുക്കാൻ കഴിഞ്ഞു. BLO മാർക്ക് വയനാട് ജില്ലയിലെ കൽപ്പറ്റ LICയിലെ BLO മാർക്ക് ട്രെയിനിങ് ഞാൻ കൊടുത്തു. ഈ BLO മാർക്ക് ട്രെയിനിങ് കൊടുത്തുകൊണ്ട് എനിക്ക് കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞു. അതിൻ്റെ ഭാഗമായിട്ട് ഈ 4-ാം തീയതിക്ക് മുന്നോടിയായിട്ട് കൃത്യമായി നമ്മുടെ ബൂത്തിലെ ഓരോ BLA മാരെയും വിളിച്ചു. അവർ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി കൊടുത്തു.
മനസ്സിലാക്കി കൊടുത്ത സമയത്ത് അവർക്ക് കൃത്യമായി SIR എന്താണെന്ന് മനസ്സിലായി. അവർ കുറേ ആശയ കുഴപ്പങ്ങളുണ്ടായിരുന്നു. പഞ്ചായത്ത് വോട്ടർ പട്ടികയുണ്ട്, അതുപോലെ നിയമസഭ വോട്ടർ പട്ടികയുണ്ട്, ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നൊക്കെ അവർ വ്യത്യാസം ഉണ്ടായിരുന്നു. അത് കൃത്യമായി മനസ്സിലാക്കി കൊടുത്തു. അവർ തന്നെ വോട്ടർ പട്ടിക സൂക്ഷ്മമായി പരിശോധിച്ചു. സാറേ ഇത്രയും ആളുകളെ നമുക്ക് ഡിലീറ്റ് ചെയ്യാണ്ട് ഒരു കോമണായി ഒരു തീരുമാനിച്ചു വന്നു. അപ്പോൾ അത് എൻ്റെ കയ്യിലൊരു ലിസ്റ്റ് ഉണ്ടായിരുന്നു. അതിന് മുന്നോടിയായിട്ട് ഞാൻ തന്നെ ഇവിടുന്ന് കല്യാണം കഴിഞ്ഞ് നിങ്ങൾക്ക് അറിയാലോ, ഈ 2002 വോട്ടർ പട്ടികയിൽ അവർ എവിടെയാണോ ഉള്ളത് അവരെ ഡീറ്റെയിൽസാണ് ഇവിടെ പട്ടികയിൽ ചേർത്തത്. അവർ ലിസ്റ്റ് തയ്യാറാക്കിയിരുന്നു. പിന്നെ അതുപോലെ തന്നെ നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റാത്ത ലിസ്റ്റ് തയ്യാറാക്കുന്നു. പിന്നെ കമ്മീഷൻ പറഞ്ഞ പോലെ തന്നെ മാർക്കിംഗ് കൃത്യമായി ഞാൻ ചെയ്തു. കൃത്യമായി മാർക്കിംഗ് ചെയ്തുകൊണ്ട് എനിക്ക് കൃത്യമായി കുട്ടികളെ എല്ലാവരും ആഡ് ചെയ്യാൻ പറ്റി. അപ്പോൾ ഇത്തരത്തിൽ പ്രവർത്തനങ്ങൾ പ്രിലിമിനറി ഞാൻ ചെയ്തു വെച്ചുകൊണ്ട് 4-ാം തീയതി രാവിലെ തന്നെ എനിക്ക് ചെയ്യാൻ പറ്റി വോട്ടർ പട്ടിക ഈ എനുമറേഷൻ ഫോറം വിതരണം ചെയ്യാൻ കഴിഞ്ഞു. എത്ര ദിവസത്തിനുള്ള പൂർത്തീകരിക്കാൻ കഴിഞ്ഞത്? സമയത്തിൻ്റെ എത്ര ദിവസത്തിനുള്ള നമ്മുടെ ഇതിൻ്റെ ലിസ്റ്റ് മറ്റേ എനുമറേഷൻ ഫോറം ഏകദേശം ഒരു 4 ദിവസം കൊണ്ട് തന്നെ ഏകദേശം ഞാൻ 13.25 പൂർത്തീകരിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഏകദേശം 12 ദിവസം കൊണ്ട് ഈ കംപ്ലീറ്റ് പ്രോസസ്സ് കഴിഞ്ഞു. രാവിലെ 6:15 ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങും. 6:15 രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ രാത്രി 9 മണിക്ക് ഞാൻ തിരിച്ചെത്താറില്ല. നമ്മൾ പരിചയമുള്ള വീട്ടിലേക്കാണെങ്കിൽ ആരും ഒന്നും പറയാറില്ല. എനിക്ക് 14 വർഷമായി ഞാൻ BLO ആണ്. അപ്പോൾ ഈ ചുറ്റുവട്ടത്ത് ആരും ഒന്നും പറയാറില്ല. ഏത് രാത്രി ഏത് വീട്ടിൽ കയറി പോകാം. ഒരു 8:30 വരെ ഞാൻ 8-9 വരെ മാക്സിമം നമ്മുടെ വീടുകളിൽ പോയി ഈ ഫോം വിതരണവും ഡാറ്റ ഷെയറിംഗ് ചെയ്യാറുണ്ട്. ഈ ഗോത്രവർഗ്ഗ മേഖല കൂടി ഉൾക്കൊള്ളുന്ന സ്ഥലമല്ലേ, കൂടുതൽ ഗോത്രവർഗ്ഗ വിഭാഗത്തിൽപ്പെട്ടുള്ള അതൊരു സങ്കീർണമായിട്ടുള്ള പ്രോസസ്സായിരുന്നു. എന്താണ് സ്ഥിതി? ഗോത്രത്തിന് ആ മേഖലയിൽ മാത്രമേ ചെറിയ ഇഷ്യൂ വന്നുള്ളൂ. അപ്പോൾ അത് ഒഴികെ ബാക്കിയുള്ളതെല്ലാം കൃത്യമായിട്ട് എനിക്ക് ചെയ്യാൻ കഴിഞ്ഞു. അതിൽ എന്നെ സഹായിക്കാൻ വേണ്ടി ട്രൈബൽ പ്രൊമോട്ടർമാർ, അവരെക്കാൾ ഉപരി ഓരോ കോളനിയിലും എനിക്ക് നല്ല പരിചയമുള്ള ഓരോ മൂപ്പന്മാരുണ്ടായിരുന്നു. മൂപ്പന്മാരല്ല, നല്ല യങ്ങായിട്ടുള്ള ആൾക്കാരുണ്ടായിരുന്നു. അവരെന്നെ ഏത് ആളുകളെ ഒരേ പേരുള്ള കോളനിയിലെ പ്രശ്നം എന്ന് വെച്ചാൽ ഒരേ പേരുള്ള ആൾക്കാരുണ്ട്. ദേവിയാണെങ്കിൽ ദേവിൻ്റെ അച്ഛനും അമ്മയും വെള്ളൻ, അച്ഛൻ വെള്ളൻ, അമ്മ വെള്ളച്ചി, ഇതേ പേരുകൾ ഒരേ പേര് വരുന്ന ആളുകളുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഗോത്ര വിഭാഗമായ പണിയ അല്ലാതെ കുറിച്ച് വിഭാഗത്തിലുള്ള ആളുകളുണ്ടായിരുന്നു. അവർക്കും ഇതേ ചില എല്ലാം അച്ചപ്പൻ, അല്ലെങ്കിൽ എല്ലാം അമ്മണി, എല്ലാം കേളു, എല്ലാം ലക്ഷ്മി. അപ്പോൾ അവരെ കറക്റ്റ് കൺഫേം ചെയ്യാൻ എനിക്ക് വലിയ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഇവിടുത്തെ ഓരോ മൂപ്പന്മാരെ സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഈ വിജയത്തിന് വലിയ കുറേ പേര് ഉണ്ട്. എന്തായാലും മണ്ണറിയുന്ന ഒരു ഉദ്യോഗസ്ഥനാണ്. അതുകൊണ്ട് തന്നെ വേഗത്തിൽ തന്നെ ഈ നടപടിക്രമങ്ങളെല്ലാം തന്നെ പൂർത്തീകരിക്കാൻ ഇദ്ദേഹത്തിന് സാധ്യമായിട്ടുണ്ട്. അഭിനന്ദനങ്ങൾ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നെല്ലാം തന്നെ ഇദ്ദേഹത്തിന് ഉണ്ടാവുന്നുമുണ്ട്. മനു ദാമോദരനൊപ്പം സുർജിത്ത് അയ്യപ്പത്ത്, 24 വയനാട്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായി എന്ന് കരുതി ഫ്ലക്സ് പ്രിന്റിംഗ് ജോലി ഉപേക്ഷിക്കാൻ എറണാകുളം രായമംഗലം സ്വദേശി KS രാജേഷിനാകില്ല. ജോലിയുടെ ഭാഗമായി ചിലപ്പോൾ എതിർ സ്ഥാനാർത്ഥികളുടെ ഫ്ലക്സുകളും തയ്യാറാക്കേണ്ടി വരും. പെരുമ്പാവൂർ രായമംഗലം ഗ്രാമപഞ്ചായത്തിലെ CPI സ്ഥാനാർത്ഥിയായ രാജേഷിന്റെ വിശേഷങ്ങളിലേക്ക്. തെരഞ്ഞെടുപ്പ് കാലമാണ്. മുഴുവൻ ഫ്ലെക്സുകൾ കൊണ്ടൊക്കെ നിറയുന്ന സമയമാണ്. ഈ സമയത്ത് സ്ഥാനാർത്ഥികളുടെ ഫ്ലെക്സുകൾ അടിക്കുന്നതിന് കൂടെ തന്നെ സ്വന്തം ഫ്ലെക്സ് അടിക്കുന്ന ഒരാളുണ്ട് ഇങ്ങ് പെരുമ്പാവൂര്. അത് മറ്റാരുമല്ല, എനിക്ക് പിന്നിൽ കാണുന്ന ഈ രാജേഷ് ഏട്ടനാണ് ആള്. കാര്യം എന്താണെന്നല്ലേ, ആൾ ഇത്തവണ LDFന്റെ സ്ഥാനാർത്ഥിയാണ്. പെരുമ്പാവൂർ മേഖലയിലെ സ്ഥാനാർത്ഥികൾ അവർ ഏതു മുന്നണിക്കാരുമാകട്ടെ, തെരഞ്ഞെടുപ്പ് കാലമായാൽ ആദ്യം എത്തുന്നത് രാജേഷിന്റെ അടുത്തേക്കാണ്. പെരുമ്പാവൂരിൽ ഫ്ലെക്സ് പ്രിന്റിംഗ് സ്ഥാപനം നടത്തുന്ന KS രാജേഷിന് ഇത്തവണ മറ്റൊരു നിയോഗം കൂടിയുണ്ട്. രായമംഗലം പഞ്ചായത്ത് 18-ാം വാർഡിലെ CPI സ്ഥാനാർത്ഥി. സ്വന്തം ഫ്ലെക്സുകൾക്കൊപ്പം എതിർ സ്ഥാനാർത്ഥികളുടെയും തയ്യാറാക്കുന്നതാണ് രാജേഷിന്റെ സ്ഥാപനത്തിലെ ഇപ്പോഴത്തെ കൗതുക കാഴ്ച. രാഷ്ട്രീയവും ജോലിയും എങ്ങനെ ഒരുമിച്ച് കൊണ്ടുപോകുമെന്ന് ചോദിച്ചാൽ രാജേഷ് പറയുന്നത് ഇങ്ങനെ: രാഷ്ട്രീയത്തെ രാഷ്ട്രീയമായും ബിസിനസ്സിനെ ബിസിനസ്സായുമാണ് ഞാൻ കാണുന്നത്. രാഷ്ട്രീയ രംഗത്ത് വിദ്യാർത്ഥി രാഷ്ട്രീയം മുതലേ തന്നെ കോളേജ് പഠിക്കുമ്പോൾ തന്നെ കാലടി ശ്രീശങ്കര കോളേജിൽ പഠിക്കുമ്പോൾ തന്നെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ സജീവമായിരുന്നു. അതുകൂടാതെ തന്നെ AIYF രംഗത്തും പാർട്ടി രംഗത്തും സജീവമായി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരാളാണ് ഞാൻ. മറ്റ് സ്ഥാനാർത്ഥികൾക്കും പ്രിയം ഇവിടമാണ്. UDF സ്ഥാനാർത്ഥിയാണ്. കൈപ്പത്തി ചിഹ്നത്തിലാണ് മത്സരിക്കുന്നത്. ഇപ്പോൾ 5 വർഷമായിട്ട് ഇവിടെ തന്നെ വന്നത്. ഇപ്പോൾ 4th ടൈം നിൽക്കുന്നു. ഇപ്പോൾ ഇവിടെ തന്നെ വരുന്നു. ഫ്ലക്സ് അടിക്കാൻ വേണ്ടി വന്നതാണ് ഇവിടെ. കോളേജ് കാലഘട്ടം മുതൽ സജീവ രാഷ്ട്രീയ പ്രവർത്തകനായ KS രാജേഷ് ഭാവിയിലും ജോലിയും രാഷ്ട്രീയവും ഒരുമിച്ച് കൊണ്ടുപോകാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. കൊച്ചിയിൽ നിന്നും മാഹിൻ ജാഫർക്കൊപ്പം അൻമരിയ സനി, 24. തൃപ്പൂണിത്തറ കോവിലകത്തിലെ 2 രാധികാവർമ്മമാർ തമ്മിൽ ഇത്തവണ കടുത്ത മത്സരമാണ്. തൃപ്പൂണിത്തറ നഗരസഭയിലെ 36-ാം വാർഡിലാണ് LDFനായും BJPക്കുമായി ഇവർ മത്സരിക്കുന്നത്. ഒരേ പേരായതുകൊണ്ട് വോട്ടേഴ്സിന് മാറിപ്പോകുമോ എന്ന ആശങ്കയിലാണ് സ്ഥാനാർത്ഥികൾ. തൃപ്പൂണിത്തറ പൂർണ്ണത്രയീശ ക്ഷേത്രം നിലനിൽക്കുന്ന 36-ാം വാർഡ് NDAക്ക് എങ്ങനെയും നിലനിർത്തണം.
എന്നാൽ CPIM-ന് പിടിച്ചെടുക്കണം. ഈ അഭിമാന പോരാട്ടത്തിൽ രംഗത്തുള്ളത് 2 രാധികാവർമ്മമാരാണ്. ഇരുവരും തൃപ്പൂണിത്തുറ കോവിലകത്തിലെ അംഗങ്ങൾ. LDF-നായി മത്സരിക്കുന്ന രാധികാവർമ്മ പ്രശസ്ത കഥകളി കലാകാരി കൂടിയാണ്. കഥകളിയിൽ സ്ത്രീ സാന്നിധ്യം ഉയർത്തിക്കൊണ്ടുവന്നതിൽ വലിയ പങ്കുവഹിച്ചതിന് ഇവർ കേന്ദ്ര സർക്കാരിന്റെ നാരീശക്തി പുരസ്കാരം നേടിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിൽ വിജയിക്കുകയാണെങ്കിൽ തൃപ്പൂണിത്തുറയിൽ കലകൾക്കായി ഒരിടം നൽകുമെന്ന് സ്ഥാനാർത്ഥിയുടെ ഉറപ്പ്. ഇവിടെ വളരെയധികം ഇതൊരു എന്താ പറയുക, അമ്പലത്തിന്റെ ചുറ്റും ഉള്ളൊരു ആൾക്കാരൊക്കെയാണ്. കുറച്ച് പ്രായമായവർ ധാരാളം ഉള്ളൊരു ഇവിടാണ്. അപ്പോൾ ആര് പറഞ്ഞു അവർ ഒരു റിക്രിയേഷൻ എന്തെങ്കിലും സാധ്യത വേണം, ഒരു ചെറിയൊരു ഓപ്പൺ സ്പേസോ അല്ലെങ്കിൽ അങ്ങനത്തെയൊക്കെ പറഞ്ഞു. അതൊക്കെ നമുക്ക് ആലോചിക്കണം. NDAയുടെ ഭാഗമായി മത്സരിക്കുന്ന രാധികാവർമ്മ 2 തവണയായി തൃപ്പൂണിത്തുറ നഗരസഭയിലെ കൗൺസിലറാണ്. ഇക്കുറിയും വിജയിക്കുമെന്നാണ് പ്രതീക്ഷ. തൃപ്പൂണിത്തുറ എല്ലാം ജയിക്കും, നമ്മൾ ഭരിക്കും എന്നുള്ളൊരു ഉറച്ച വിശ്വാസം എല്ലാ പ്രവർത്തകർക്കും ഉണ്ട്. എല്ലാ വാർഡിലും വളരെ നല്ല വർക്ക് നടന്നിട്ടുണ്ട്. അത് കാരണം വളരെ ഒരു കോൺഫിഡന്റ് ആയിട്ട് തന്നെയാണ്. കാര്യം പൊരിഞ്ഞ പോരാട്ടമാണെങ്കിലും തെരഞ്ഞെടുപ്പിൽ മാത്രമാണ് മത്സരമെന്നും രണ്ടുപേരും പറയുന്നു. തൃപ്പൂണിത്തുറയിൽ കരുത്തരായി രാധികാവർമ്മമാർ. CPM-ലേക്കും NDAയിലേക്കും ഇപ്രാവശ്യം തൃപ്പൂണിത്തുറ കൊട്ടാരത്തിൽ നിന്നും 2 രാധികാവർമ്മമാരാണ് മത്സരിക്കാൻ പോകുന്നത്. ക്യാമറമാൻ അധീഷിനൊപ്പം ശ്രീലക്ഷ്മി ബി പിള്ളെ, 24 കൊച്ചി.